നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ചിന്തിച്ചത് തുയത്തൈരയിലെ സഭ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 7 സഭകൾക്ക് നൽകുന്ന ദൂതുകളിൽ 4ാമത്തെ സഭയാണ് തുയത്തൈരയിലെ സഭ. 1ാമത്തെ സഭ എഫെസസ്, 2ാമത്തേത് സ്മിർന, 3ാമത്തേത് പെർഗമോസ്, 4ാമത്തേത് തുയത്തൈര. ഇപ്പോൾ ഇന്ന് നാം 5ാമത്തെ സഭയായ സർദീസ് സഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. സർദീസ് സഭയെക്കുറിച്ച് ദൂത് പറയുന്നത് 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ മുൻപ് ചെയ്തതുപോലെ നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ആ വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. പുസ്തകം കയ്യിലുള്ളവര് എല്ലാവരും ആ ഭാഗം ദയവായിട്ട് എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സസ് 1 to 6 വായിക്കാം. സർദീസിലെ സഭയുടെ This is the message from the one who has the sevenfold Spirit of God and the 7 stars. I know all the things you do and that you have a reputation for being alive, but you are dead. Wake up, strengthen what little remains, for even what is left is almost dead. I find that your actions do not meet the requirements of my God. Go back to what you heard and believed at first. Hold to it firmly, repent and turn to me again. If you don't wake up, I'll come to you suddenly as unexpected as a thief. Yet there are some in the church in Sardis who have not soiled their clothes with evil. They'll walk with me in white, for they are worthy. All our victorious will be clothed in white. I will never erase their names from the book of life, but I will announce before my Father and His angels that they are mine. Anyone with ears must listen to the Spirit and understand what He is saying to the churches. സർദീസിലെ സഭയുടെ ദൂതന് ഉള്ള ദൂതാണ് ഈ വേദഭാഗത്ത് നാം വായിച്ചത്. സർദീസിലെ ചർച്ചിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് ഇതുവരെ നമ്മൾ ചിന്തിച്ചു വന്നതുപോലെ ഓരോ പട്ടണങ്ങളെ, സഭകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളെ കുറിച്ച് അല്പമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർദീസ് എന്ന ആ പട്ടണത്തെ സംബന്ധിച്ചും ചുരുക്കം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഏഷ്യ മൈനറിൻ്റെ അല്ലെങ്കിൽ ചിറ്റാസിയുടെ വെസ്റ്റേൺ സൈഡിൽ പടിഞ്ഞാറ് തീരത്തുള്ള ഹെർമസ് എന്ന നദീ തടത്തില് സമതലത്തിന് നടുവിലായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിൽ, അങ്ങനെ കുന്നിന് പല നിരകളുണ്ട്, അതിലൊരു നിരയില് ഫ്രം ദ സീ ലെവൽ 1500 feet, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് സർദീസ് പട്ടണം. ഈ കുന്നിലെ നിരകളുടെ വശങ്ങൾ വളരെ കിഴുക്കാൻ തൂക്ക എന്ന് പറഞ്ഞ് വളരെ സ്റ്റീപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ പെട്ടെന്ന് ആർക്കെങ്കിലും കയറിപ്പറ്റി അല്ലെങ്കിൽ ശത്രുക്കൾക്കൊക്കെ കയറി ചെന്ന് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ദുഷ്കരമായ, ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് സർദീസ് പട്ടണം പൊതുവെ ഒരു സുരക്ഷിത മേഖലയായിരുന്നു. പെട്ടെന്ന് ശത്രുക്കളുടെ ആക്രമണത്തിന് വിധേയമാകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു സർദീസ് പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. വളരെ വികസിച്ചുകൊണ്ടിരുന്ന, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റിയാണ് സർദീസ് സിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഡെവലപ്മെന്റ് കാലക്രമത്തിൽ, അതിൻ്റെ വികസന നിമിത്തം ആ കുന്നിൻ്റെ മുകളിൽ നിന്ന്, ആ കുന്നിൻ ചെരുവിൽ നിന്ന് താഴ്വാരം വരെ ആ പട്ടണം വലുതായി. അത്രമാത്രം വികസനമുണ്ടായിരുന്ന ഒരു പട്ടണമാണ് സർദീസ് പട്ടണം. എക്കണോമിക്കലായിട്ടും ബിസിനസ് പരമായിട്ടും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും അതുപോലെ കച്ചവടപരമായിട്ടും ഒക്കെ വളരെ മുൻപന്തിയിൽ സർദീസ് പട്ടണം നിലനിന്നു. സംസ്കാരത്തില് ഇത് വളരെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ബിസിനസ് കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേരാവുന്നവര് വന്ന് ചേരുകയും മറ്റും ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് സ്ഥലങ്ങൾ എപ്പോഴും വളരെ
സംസ്കാര സമ്പന്നമായിക്കൊണ്ടിരിക്കും, ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു നിലപാട്, ഒരു വളർച്ച സർദീസ് പട്ടണത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പട്ടണം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പേർഷ്യൻ രാജാവായിരുന്ന കോരശ്, സൈറസ് ദ കിങ് ഓഫ് പേർഷ്യ, അദ്ദേഹത്താൽ ഈ പട്ടണം പിടിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ അധീനതയിൽ കുറെ നാൾ ഈ പട്ടണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സർദീസ് ഗ്രീക്ക് ചക്രവർത്തിയായിരുന്ന ഗ്രീസിന്റെ എംപറായിരുന്ന അലക്സാണ്ടർ വന്ന് അതിനെ കീഴടക്കി. അങ്ങനെ അലക്സാണ്ടറുടെ അധീനതയിൽ കുറെ നാള് ആയിത്തീർന്നു. പിന്നെ ഉള്ള കുറെ കാലഘട്ടം പല നിലയിലും മാറി പലരുടെ അധീനതയില്, പലരുടെ ഭരണ നിലയില് സർദീസ് പട്ടണം ആയിത്തീർന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒടുവിൽ പറയുന്നത് AD 17 17 ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാവുകയും ആ ഭൂകമ്പത്തില് സർദീസ് പട്ടണം നിശേഷം നശിച്ചു പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം അതിനെ സംബന്ധിച്ച് നമുക്ക് പഠനം നൽകുന്നത്. എന്നാൽ ഇങ്ങനെ ഇത് നാമാവിശേഷമായി നശിച്ച ഈ പട്ടണം നശിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കാലങ്ങൾ അതങ്ങനെ നശിച്ച അവസ്ഥയിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ റോമൻ ചക്രവർത്തിമാരില് ഒരാളായിരുന്ന ഹബയ്യാസ് എന്ന പേരിൽ അറിയപ്പെട്ട ചക്രവർത്തി വളരെ പണം മുടക്കി ഈ പട്ടണത്തെ പുനർനിർമ്മിതി ചെയ്തു. ആ കാലഘട്ടങ്ങൾ, അതിനോട് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അവിടെ സുവിശേഷം എത്തുകയും സർദീസില് അങ്ങനെ സുവിശേഷ വ്യാപനമുണ്ടായി, സഭ ഉടലെടുക്കുകയും ചെയ്തു എന്നാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിൽ ചരിത്ര പശ്ചാത്തലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സഭയ്ക്കുള്ള ദൂതിലേക്ക് നമുക്ക് വരാം. ഈ സഭയ്ക്ക് ദൂത് മെസ്സേജ് എഴുതുമ്പോൾ സഭയ്ക്കുള്ള ദൂത് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, the risen Savior appears here with two different titles. രണ്ട് മഹിമകളോടുകൂടിയാണ് കർത്താവ് ഈ സഭയ്ക്ക് ദൂത് നൽകുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു. അപ്പൊ കർത്താവ് ഈ സഭയ്ക്ക് പ്രത്യക്ഷമായി അവരോട് ഇടപെടുമ്പോൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത്, സഭയോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്ന നിലയിലാണ്. സ്തോത്രം. ദൈവത്തിന്റെ 7 ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് 7 ആത്മാവുണ്ടോ? ആത്മാവ് എത്രയുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയാൻ എത്ര ആത്മാവുണ്ട്? ഒരേ ഒരാത്മാവേ ഉള്ളൂ. ദൈവാത്മാവ് എന്ന നിലയിൽ ഒരാത്മാവേ ഉള്ളൂ, ഒറ്റ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം വിവിധ നിലകളിൽ വെളിപ്പെടാറുണ്ട്. നമ്മള് ഈ അധ്യായം ആദ്യം തുടങ്ങിയപ്പോൾ ക്രിസ്തുവിന്റെ സപ്തമഹിമാ വിഭൂഷിതനായ ക്രിസ്തു, 7 വിധ മഹിമകൾ ധരിച്ച ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ച ഭാഗത്ത് 7 ആത്മാക്കളുടെ പ്രവൃത്തിയെ കുറിച്ച് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. യെശയ്യാപ്രവചനത്തിലെ ഒരു വാക്യമൊക്കെ എടുത്ത് ആ ഭാഗത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു. സ്തോത്രം. യെശയ്യാപ്രവചനത്തിൽ ആ ഭാഗത്ത് പറയുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ് എന്നിങ്ങനെ പറഞ്ഞ് 7 ആയിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവാത്മാവ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. എന്നാൽ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത നിലകളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്. ഇനി അതിനേക്കാൾ എല്ലാം ഉപരിയായി നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു കാര്യം എന്തെന്നാൽ, ദൈവത്തിന്റെ ആത്മാവ് ഈ 7 എന്നുള്ള സംഖ്യ വേദപുസ്തകത്തില് എന്ത് സംഖ്യയാണ്? ഇറ്റ്സ് എ നമ്പർ ഓഫ് പെർഫെക്ഷൻ. അത് പൂർണ്ണതയുടെ സംഖ്യയാണ്. അപ്പൊ പൂർണ്ണതയുടെ സംഖ്യ എന്ന നിലയിൽ മാത്രം ചിന്തിച്ചാൽ
ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ എന്ന് കർത്താവ് തന്നെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം എപ്പോഴും എങ്ങനെയുള്ളതാണ്? That is perfect. That is unquestionable. അത് ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി എപ്പോഴും പൂർണ്ണതയുള്ളതാണ്. അപ്പൊ പൂർണ്ണതയുള്ള ദൈവാത്മാ പ്രവർത്തനത്തിന്റെ ഉടമ എന്ന നിലയിൽ കർത്താവ് തന്നെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ 7 ആത്മാവും പിന്നെ 7 നക്ഷത്രം. 7 നക്ഷത്രം ആരാണെന്ന് നമ്മളിപ്പോ പല പ്രാവശ്യം ചിന്തിച്ചു. നിങ്ങൾക്കറിയാം അത് ന്യായമായിട്ടും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പൊ എംബോസിഷൻ ഒക്കെ തുടങ്ങണമെന്നോ ഇല്ലേ ക്ലാസ്സിൽ? നിങ്ങളെ കൊണ്ട് എംബോസിഷൻ എഴുതിക്കണമല്ലോ. 7 നക്ഷത്രം. അങ്ങനെ 7 സഭകളുടെ ദൂതന്മാർ എന്ന് പറയുമ്പോൾ സഭയുടെ മെസ്സഞ്ചേഴ്സ്, അതിന്റെ ശുശ്രൂഷകർ. അപ്പം ഈ വീണ്ടും ഒരിക്കൽ കൂടെ സഭയോട് ദൂത് പറയുമ്പോൾ പറയുകയാണ്, ദൈവത്തിന്റെ 7 നക്ഷത്രങ്ങൾ, 7 ആത്മാവുള്ളവൻ, പെർഫെക്റ്റ് ആയിട്ട് ദൈവപ്രവൃത്തി ചെയ്യുന്ന ഉയർത്തുന്നതിന്റെ കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ 7 നക്ഷത്രങ്ങൾ, ദൈവത്തിന്റെ ശുശ്രൂഷക വൃന്ദം എന്റേതാണ്, എന്റെ സ്വന്തമാണ്. ഞാനാണ് അവയെ നയിക്കുന്നത്, ഞാനാണ് അവരോട് കൂടിയിരിക്കുന്നത്, ഞാനാണ് അവർക്ക് മിനിസ്ട്രി നൽകുന്നത്, അവരെന്റെ പ്രോപ്പർട്ടിയാണ് എന്ന കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ 2 വിധ ടൈറ്റിലിനോട് കൂടിയാണ് സർവീസ് സഭയോട് കർത്താവ് ഇടപെടുന്നത്. ഈ സഭയ്ക്കെതിരെ പറയുമ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വാണിംഗ് ആണ് കൊടുക്കുന്നത്. വാണിംഗ് എന്ന് മാത്രമല്ല, അവരുടെ തെറ്റ്, പാപം എന്ന നിലയിൽ അതിനെ വിളിച്ചു പറയുകയാണ്. എന്താ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രം ഉള്ളവൻ പറയുന്നത്, അരുളി ചെയ്യുന്നത് എന്താണ്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പൊ പ്രവൃത്തി അറിയുന്ന പ്രവൃത്തിയായി പറയുന്നത്. എന്താ അറിയുന്നത്? ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. Verse 1, read it please. Come on. Okay, louder. Write this letter to the angel of the church in Sardis. This is the message from the one who has the 7-fold Spirit of God and the 7 stars. I know all the things you do. I know all the things you do. I know your works. Then. And that you have a reputation for being alive. You have a reputation for being alive. That is just a reputation. In fact, you are truly not at all. You are not alive. But you have a reputation that you are alive. ജീവനുള്ളവനെന്ന് നിനക്ക് എന്തുണ്ട്? പേരുണ്ട്. പക്ഷെ നീ ആരാണ്? മരിച്ചവനാണ്. അപ്പൊ ചർച്ചിന്റെ സഭയുടെ അവസ്ഥയെ പരിശുദ്ധാത്മാവ് പെർഫെക്റ്റ് ആയിട്ട് ഇടപെടുന്ന ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. എന്താ പറയുന്നത്? നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പൊ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതൊന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ പ്രവൃത്തി കർത്താവ് അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് നല്ലതായാലും തീയതായാലും, സ്തോത്രം, ഗുണമായാലും ദോഷമായാലും നമ്മുടെ പ്രവൃത്തികൾ കർത്താവ് നന്നായി അറിയുന്നു. ആമേൻ. അകത്ത് ചെയ്യുന്നതായാലും പുറത്ത് ചെയ്യുന്നതായാലും നമ്മുടെ പ്രവൃത്തി അറിയുന്ന ഒരു കർത്താവാണ് നാം സേവിക്കുന്ന കർത്താവ്. അപ്പൊ പ്രവൃത്തി അറിയുന്നവൻ പറയുകയാണ്, യു ഹാവ് എ റെപ്യൂട്ടേഷൻ. നിനക്ക് ഒരു പേരുണ്ട്. ആ പേരെന്ന് പറയുന്നത് ജീവനുള്ളവൻ എന്നാണ് പേര്. പക്ഷെങ്കിൽ നീ ആരാണ്? മരിച്ചവനാണ്. അപ്പൊ അതൊരു ഗൗരവതരമായ ഇറ്റ്സ് എ വെരി സീരിയസ് warning or a statement about this church. അവരെ കുറിച്ച് പറയുന്ന വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, പക്ഷെങ്കിൽ മരിച്ചവനാണ്. ഈ മരണം എന്ന് പറയുന്നത് എന്താ? എങ്ങനെയാ മരണം ഉണ്ടായത്? ഭൂമിയിൽ ലോകത്ത് മരണം ഉണ്ടായത് എങ്ങനെയാണ്? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പാപത്താൽ മരണം ലോകത്തിൽ വന്നു. അപ്പൊ പാപമാണ് മരണത്തെ ലോകത്തില് കൊണ്ടുവന്നത്.
അപ്പൊ പാപവും മരണവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. ജീവനുള്ളവർക്ക് നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരാണ്? മരിച്ചവനാണ്. ജീവനോട് ഇരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്, നീ ആരാണ്? മരിച്ചവനാണ്. അപ്പൊ എന്തിലാണ് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നത്? ഇപ്പോ പാപത്തിന്റെ ആസക്തിയില്, പാപത്തിന്റെ സ്വഭാവത്തില് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ചർച്ച് മൃതപ്രായമായി കിടക്കുകയാണ്, മരിച്ച് കിടക്കുകയാണ്. അതാണ് ഈ ചർച്ചിനെ കുറിച്ച് പറയുന്നത്. സർദീസിലെ സഭ പാപത്താൽ നിർജീവമാക്കപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട ഒരു സഭയായിട്ട് ഈ സഭ മാറിയിരിക്കുകയാണ്. സ്തോത്രം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ജീവനുള്ളവനെന്ന് പേര് പറയുന്ന ചിലരൊക്കെ മരിച്ചവരായിട്ട് വേദോത്സവം പറയുന്നുണ്ട്. ഒരാളെ കാര്യം ഒന്ന് ഓർക്കാവോ പെട്ടെന്ന്? ആരുടെയും ഒരു കാര്യം, ജീവനുള്ളവരെ കുറിച്ച് മരിച്ചവരാണ് എന്ന് സംബോധന ചെയ്യുന്ന ഭാഗം എവിടെയെങ്കിലും ഒന്ന് ഓർക്കാവോ? നമ്മളൊക്കെ ഓമനപ്പേര് വിളിക്കുന്ന ഒരു പുത്രനില്ലേ? എന്താ പുത്രനാണ്? മുടിയനാണ്. മുടിയൻ പുത്രൻ എന്ന് വേദപുസ്തകത്തിൽ വിളിച്ചിട്ടുണ്ടോ? എങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. വേദപുസ്തകം നമ്മള് പുള്ളിയോടുള്ള സ്നേഹം കൂടി നമ്മളെല്ലാം കൂടെ ഇട്ട പേരാണ് മുടിയൻ പുത്രൻ. പാവം. മാനസാന്തരപ്പെടുന്ന പുത്രൻ എന്ന് വിളിച്ചാലും വേണ്ടല്ലായിരുന്നു, അനുദവിക്കുന്ന പുത്രൻ എന്ന് പറഞ്ഞാലും വേണ്ടല്ലായിരുന്നു. ആരോ പുള്ളിക്ക് ഒരു പേരിട്ടു. ഇംഗ്ലീഷ് പേര് അല്ലേ? ഇംഗ്ലീഷിലും പ്രോഡിഗൽസ് ആണെന്നാണ്. പ്രോഡികൾ, നശീകരണ പുത്രന്, നശിപ്പീര പുത്രന്. എനിക്ക് തോന്നി നശിപ്പീര പുത്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇച്ചിരി കൂടെ മലയാളത്തിൽ കേൾക്കാൻ ആവശ്യമുണ്ട്. മുടിയൻ പുത്രൻ എന്നൊക്കെ പറയുന്നു. നാട്ടിൽ ഈ മുടിയ എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത കഠിനമായ ഒരു പ്രയോഗം. അപ്പൊ അവനിട്ടിരുന്ന ഒരു പേരാണ് മുടിയൻ പുത്രൻ. അപ്പൊ ലൂക്കോസ് സുവിശേഷത്തില് 15-ാം അധ്യായത്തിലാണ് നമ്മൾ അവരുടെ ചരിത്രം വായിക്കുന്നത്. അവിടെ മുടിയൻ പുത്രനെ കുറിച്ച് പിതാവ് ഇയാളെ മടങ്ങി വന്ന്, അനുദപിച്ച് മടങ്ങി വന്ന് അപ്പന്റെ വീട്ടിൽ വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്നൊന്നും വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. മേക്ക് മീ ലൈക്ക് വൺ ഓഫ് യുവർ സെർവന്റ്. നിന്റെ കൂലിക്കാരിലെ വേലക്കാർ ഒരാളെ പോലെ എന്നെ ആക്കിയാൽ മതി കണ്ടാൽ. പക്ഷെ അപ്പൻ അങ്ങനെയല്ല കണ്ടത്. ഈ മകൻ വീട് വിട്ടു പോയി അന്ന് മുതൽ അപ്പൻ നോക്കിയിരിക്കുക മകന്റെ മടങ്ങി വരവിന് വേണ്ടി. എല്ലാ ദിവസവും ഞാൻ ചിലപ്പോൾ ആ പാവം ഇങ്ങനെ ഭാവനയിൽ കാണാറുണ്ട്. ഈ അപ്പന്റെ മനസ്സ്. സ്തോത്രം. എല്ലാം കൊണ്ടുപോയി വിറ്റ് നശിപ്പിച്ച് മുടിച്ച് പിടിച്ചു വാങ്ങിയായിരുന്നു അപ്പന്റെ ഷെയറൊക്കെ. എനിക്കുള്ളത് എനിക്ക് തരേണ്ടത് ഇങ്ങോട്ട് തന്നേര് എന്ന് പറഞ്ഞ് പിടിച്ചു മേടിച്ചുകൊണ്ട് പോയതാണ്. പോയി മുഴുവൻ നശിപ്പിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഒരെല്ലും തോലുമായ ഒരു കോലമായിട്ട് കയറി വരുന്ന ഈ മനുഷ്യനെ ഈ അപ്പൻ അറിഞ്ഞത് തന്നെ എല്ലാ ദിവസവും ഈ മകന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ തെളിവാണ്. എല്ലാ ദിവസവും ആ വീട്ടിലിരുന്ന് ഈ അപ്പനിങ്ങനെ നോക്കുമാര്. കുറച്ച് പ്രായമായ മനുഷ്യനാണെങ്കിൽ എന്റെ വിചാരം പഴയ നമ്മുടെ നാട്ടിലേക്കുള്ള വീട്ടിലെ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ തെങ്ങിന്റെയും കവുങ്ങിന്റെയും ഒക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ നോക്കും. അതിലെങ്ങാണ് ആരെങ്കിലും പോവാണെങ്കിൽ അദ്ദേഹം നോക്കും, എന്റെ മകനാണോ വരുന്നത്. ഒരു ദിവസം മകൻ വീട്ടിൽ കയറി വന്നപ്പോൾ കോലം കെട്ടുപോയ ഈ മനുഷ്യൻ, ഷേപ്പ് തെറ്റിപ്പോയ ഈ മകൻ. സ്തോത്രം. പക്ഷേ അപ്പന്റെ മകനായോണ്ട് അവൻ മടങ്ങി വന്നപ്പോൾ അപ്പന് മനസ്സിലായി, എന്നെ കൂലിക്കാരൻ ഒരാളെ പോലെ ആക്കിയാൽ മതി അപ്പ എന്ന് പറയുമ്പോൾ ഒരു ഏറ്റുപറഞ്ഞ ഒരു കൺവെൻഷൻ ഒക്കെ നടത്തി. പക്ഷെങ്കിൽ അവിടെ അപ്പൻ പറയുകയാണ്, ഇല്ല മകനെ, എനിക്ക് നിന്നെ അങ്ങനെ കാണാനായിട്ട് പറ്റും, അങ്ങനെ കാണാൻ പറ്റും. അവസാനം ഈ മകനെ സംബന്ധിച്ച് ഈ അപ്പൻ സാക്ഷ്യം പറയുന്ന സാക്ഷ്യത്തിൽ ഒരു കാര്യമാണ്, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്നാൽ വീണ്ടും ജീവിച്ചിരിക്കുന്നു. ലിറ്ററലി he was not dead, he is not dead, but he was dead in sin. When he confessed and came back to his father, the father accepts and considers him as his own son. സ്വന്തം മകനെന്നുള്ള ഒരു സ്ഥാനവും കുറയ്ക്കാതെ മടങ്ങി വന്ന മകനെ, അനുദപിച്ചു വന്ന മകനെ, ഏറ്റുപറയാൻ തയ്യാറായ മകനെ അംഗീകരിച്ചിട്ട് പറയുക, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. എന്നെ വിട്ട്, ഈ വീടിനെ വിട്ട്, സ്നേഹമുള്ള ഈ ഭവനത്തെ വിട്ട് അവൻ പോയി പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ മരിച്ചു. എന്നാൽ ഇപ്പോഴവൻ ജീവിക്കുന്നവനാണ്, ജീവനുള്ളവനായി. പാപത്തെ ഏറ്റുപറയുമ്പോൾ, പാപ സ്വഭാവങ്ങളെ ഏറ്റുപറയുമ്പോൾ, പാപത്തോട് ബൈ പറയുമ്പോൾ, സ്തോത്രം, നഷ്ടപ്പെട്ട ജീവൻ മനുഷ്യന് തിരികെ ലഭിക്കുകയാണ്. പുസ്തകം പഠിപ്പിക്കും. അതാണ് സർവീസ് സഭയോട് പറയുന്നത്. സർവീസ് സഭയുടെ പ്രതാപവും പ്രഭാവവും
അവരുടെ സമ്പദ് വ്യവസ്ഥിതികളും അവരുടെ ബിസിനസ് മേഖലയോ മറ്റാരും ആക്രമിക്കപ്പെടാതെ കുന്നിന്റെ മുകളിൽ സുരക്ഷിതമായി കഴിയുന്നു എന്നുള്ള ഈ ചിന്തയൊക്കെ അവരെ ആത്മീയത്തിൽ നിന്നും പുറകോട്ട് വലിച്ചു മൃതപ്രായരാക്കി മാറ്റി. പാപത്തില് അവരായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പാപത്തിൽ സഭയായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ വേദപുസ്തകം പറയുന്ന എണ്ണപ്പെട്ട പാപങ്ങള് മാത്രം പാപമായിട്ട് നമ്മൾ കാണരുത്. സ്തോത്രം. പാപത്തിന്റെ ലിസ്റ്റ് എന്ന് പറയുന്ന ദൈവത്തിന്റെ മുൻപിൽ പാപത്തിന്റെ ലിസ്റ്റ് വ്യത്യസ്തമാണ്, വളരെ വലുതാണ്. സ്തോത്രം. കൽപ്പന ലംഘിക്കുന്നതോ അല്ലെങ്കിൽ എന്നതാ കൊലപാതകം ചെയ്യുന്നതോ, സ്തോത്ര 7-ാം കൽപ്പന ലംഘിക്കുന്നതോ ഒക്കെ മാത്രം പാപത്തിന്റെ ലിസ്റ്റ് ആയിട്ടല്ല കാണേണ്ടത്. സ്തോത്ര. വചനത്തോട് വിരക്തി കാണിച്ചാൽ അത് പാപമാണ്. ആമേൻ. കൂട്ടുകാരനോട് സ്തോത്ര എന്ത് പറഞ്ഞാല് മൂഢ എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. ആമേൻ. സ്നേഹിക്കാതിരുന്നാൽ അത് പാപമാണ്. ബഹുമാനം കൊടുക്കാതിരുന്നാൽ അത് പാപമാണ്. പ്രാർത്ഥന മുടക്കുന്നത് പാപമാണ്. ഇതെല്ലാം പാപത്തിന് ലിസ്റ്റിൽപ്പെടുന്നതാണ്. നാവ് കൊണ്ട് സംസാരിക്കുന്ന പലതും പാപമാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ 39 പറഞ്ഞത് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുക. വിശുദ്ധനായ ഒരു മനുഷ്യൻ, ഭക്തനായ ഒരു മനുഷ്യൻ, ആമേൻ, എന്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് തമ്പുരാൻ സാക്ഷ്യം പറഞ്ഞ മനുഷ്യൻ പറയുകയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികള്. അപ്പൊ നാവ് കൊണ്ട് എന്ത് ചെയ്യാം? പാപം ചെയ്യാം. അപ്പൊ പാപത്തിന്റെ അവസ്ഥയിലാണ് സർവീസ് സഭ എന്ന് പറയുമ്പോൾ ആ സഭയെ നോക്കിക്കൊണ്ട് ദൈവത്തിന് ഉയർത്തെഴുന്നേറ്റ കർത്താവിന് അവരുടെ നിർജീവമായ അവസ്ഥയെ, പാപത്തിൽ അവർ മരിച്ചു കിടക്കുന്ന അവസ്ഥയെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച്, മുടിയനായ പുത്രനെ കുറിച്ച് അങ്ങനെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി വേറൊരു വാക്യം നിങ്ങളൊന്ന് വായിച്ച് 1 തിമോത്തിയോസ് 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. 1 തിമോത്തി 5:6 മലയാളം ബൈബിളിലാണ് അവിടെ ഒരു പ്രത്യേക പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ ആര്? പൗലോസ് പറയുന്ന ഒരു കാര്യം അത് വായിച്ചിട്ട് പലരും നെറ്റി ചുളിക്കുന്ന കാണുന്നതാണ്. ഇതെന്നത് ഇടപാട് ധാരാളം ഈ കാമുകയായവളാണ്. ജീവിച്ചിരിക്കുമ്പോൾ ചാകുന്ന കാമുക. വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് വേർഡ്? But the widow who lives only for pleasure is spiritually dead even while she lives. Widow. The widow who lives Only for pleasure. Only for pleasure. അതാണ് എന്താ ശരിയായ അവിടെ വിഡോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. വിഡോ എന്ന് പറഞ്ഞാൽ എന്താ? വിധവയായ ഭർത്താവ് മരിച്ചു. അങ്ങനെയുള്ള ആളുകള്, വിധവമാരായവര്, ഇത് live only for pleasure. അതിന്റെ ശരിയായ മലയാള തർജ്ജമ എന്നാന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ അതിന്റെ ശരിയായ സുഖഭോഗിനിയായവൾ. കാമുകിയായവൾ എന്നുള്ളതിന്റെ ശരിയായ മലയാളം സുഖഭോഗിനിയായവൾ, ജീവിച്ചിരിക്കലും മരിച്ചു. അപ്പൊ ലൗകികതയും അങ്ങനെ സുഖബോധവും മാത്രം ഒരാത്മീയന്റെ അകത്ത് കയറിയാൽ അവൻ ആത്മാവിന് എന്ത് ചെയ്തു? മരിച്ചു. അപ്പൊ അതാണ് മരിച്ചവൻ എന്ന് പറയുന്നത്. ജീവനുള്ളവൻ എന്ന പേരുണ്ട്, പക്ഷെങ്കില് മരിച്ചവനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ പാപത്താൽ ഒരുവന്റെ ഇച്ഛാശക്തി മരിക്കുകയാണ്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. സർദീസ് സഭയില് അത് ഒരു പരിധിവരെ കടന്നുകൂടി ആക്രമണം നടത്തി അനേക വിശ്വാസികൾ, സർദീസ് സഭയിലെ അനേക വിശുദ്ധരായ ദൈവമക്കളുടെ ജീവിതത്തിന് അത് സ്വാധീനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആത്മാവിലൂടെ സംസാരിക്കുകയാണ്. നിനക്കൊരു പേരുണ്ട്, ജീവനുള്ളവൻ. പക്ഷെങ്കിൽ നീ യഥാർത്ഥത്തിൽ ആരാണ്? മരിച്ച വ്യക്തിയാണ്. ഓക്കെ. ഇനി അവരോട് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ വാണിംഗ്? ഉണർന്നുകൊള്ളുക. ആമേൻ. ബി അവൈക്ക്. ഉണർന്നുകൊള്ളുക. ചാവാറായി ശേഷിപ്പേ ശക്തീകരിക്കുക. ആ വാക്യം ഇംഗ്ലീഷ് വായിച്ചേ. Wake up, strengthen what little remains. Strengthen what little remains. For even what is left is almost dead. അപ്പൊ awake, ഉണരുക. What is left little?
ബി സ്ട്രെങ്തൻ. അല്പമായി ശേഷിച്ചിരിക്കുന്നത് ശക്തി പ്രാപിക്കാനാണ്. ആമേൻ. ചാവാറായി ശേഷിപ്പ് ശക്തീകരിക്കുക. ചാവാറായത് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു പ്രതീക്ഷയ്ക്ക് എന്തില്ല, പറയും. ചാവാറായതിനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? ചാവാറായതിനെ ആർക്കും വേണം, ആർക്കും. ഈ അടുത്തിടെ പേപ്പറിൽ വായിച്ചു, നിങ്ങൾ വായിച്ചു എന്ന് എനിക്കറിയില്ല. 3 സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും 3 സ്ഥലങ്ങളിൽ സ്ട്രീറ്റിൽ നിന്ന് 2 പുരുഷന്മാർ, 1 സ്ത്രീയുമാണ്. സ്ത്രീയെ 90-ലധികം വയസ്സ് പ്രായമുള്ള ഒരു അമ്മയാണ്. ശരീരം മുഴുവൻ പുഴുവരിച്ച വ്രണങ്ങളുമായിട്ട് സ്ട്രീറ്റിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. റോഡ് സൈഡിൽ കാവായുടെ അടുത്ത് കൊണ്ടുവന്നിട്ടിരിക്കുക. വീട്ടിൽ നിന്ന് മക്കൾ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാ, നോക്കാൻ പറ്റാത്തതിന്. ചാവാറായ ഒരു ശേഷിപ്പ് അവർക്കത് ബാധ്യതയായി മാറി. അപ്പൊ ഇവരെ പിന്നെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂസ് മീഡിയാസ് ആരും അവരോട് എന്തോ ചോദിക്കുമ്പോൾ വിറയ്ക്കുന്ന അതിരങ്ങളോടെ അവർ പറയുന്ന മറുപടി ഞാൻ ന്യൂസിൽ കണ്ടു. ആ മറുപടി കണ്ടപ്പോഴേ കരഞ്ഞുപോയി. കാരണം അത്ര സങ്കടമുള്ള കാര്യമാണ്. കാരണം ഒരു ബാധ്യതയായി മാറി മക്കൾക്കും കൊച്ചുമക്കൾക്കും. ആര് ഈ ചാവാറായ ശേഷിപ്പ്. ഇതിനെ കൊണ്ടിന് ഉപയോഗമൊന്നുമില്ല, നോക്കാൻ പറ്റിയല്ല, വയ്യ എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. 2 അപ്പന്മാരുടെ കാര്യം അതുപോലെ തന്നെ. 80-85 വയസ്സുള്ള മറ്റു പറഞ്ഞ ഭാഗം. ചാവാറായ ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ശക്തി നശിച്ചത്, ഉപയോഗശൂന്യമായത്, ആർക്കും ഇനി ഒന്നിനും വേണ്ടെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ കണ്ടോ? വാട്ട് ഈസ് ലെഫ്റ്റ്, the little what is left. ഈ ചാവാറായതെന്ന് പറയുമ്പോഴും അതിന്റെ അകത്ത് ഒരല്പം ജീവൻ ബാക്കിയുണ്ട്. ആമേൻ, ആമേൻ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമുക്കൊക്കെ ഭൂമിയിൽ ഒരാഴ്ചയേ ഉള്ളൂ, പോയി ഒറ്റ ആഴ്ചയേ ഉള്ളൂ. ഇത് നമ്മള് വിഷയം ഇച്ചിരി മാറിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാനത് ഓർമ്മ വന്നപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരൊറ്റ ആഴ്ചയേ ഉള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന, ഭൂമിയിൽ തന്നിരിക്കുന്ന നമ്മുടെ അപ്പനും അമ്മയും സ്തോത്രം. ഈ ഹൈന്ദവ ശൈലിയിൽ പറഞ്ഞാൽ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ്. അതാ ഹിന്ദു വിശ്വാസം. ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് അപ്പനുമാണ്. ഇനി അതിവിടെ ബൈബിള് പറയുന്നത് നോക്കാൻ, നിനക്ക് നന്മയുണ്ടാകാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും എന്ത് ചെയ്യണം? അപ്പനെയും അമ്മയെയും ബഹുമാനം. നമ്മുടെ ആയുസ്സിന് ഒരിക്കലും നമ്മളാരായ സ്തോത്രം, അപ്പനും അമ്മയും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരോടും ഞാൻ പറയാം സ്തോത്രം. എൻ്റെ ഭാര്യ ഇന്നലെ ഇവിടുന്ന് വണ്ടികേരി നാട്ടിൽ പോയി സ്തോത്രം. നാട്ടിൽ പോയത് ഒരപ്പൻ അവിടെ ഉണ്ട്. ഒരു വയ്യാഴിക വന്ന് കിടപ്പിലായി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ കരച്ചിൽ തുടങ്ങി. വലിയ ഉപകാരമൊന്നും ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ പറയാനായിട്ട് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ കേൾക്കും പറയുന്നു. കോട്ടയം പെടും. ഒരപ്പന്റെ സ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഒരപ്പന് സാധാരണ അപ്പന്മാർ അർഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ന്യായമായിട്ട് നോക്കിയാൽ. പക്ഷെങ്കിൽ സ്തോത്രം, ദൈവവചനം പറയുന്നു, നിനക്ക് നന്മയുണ്ടാകാൻ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാൻ ബഹുമാനം കൊടുക്കുക. ആരും നമുക്കൊരിക്കലും ബാധ്യതയാവരുത്. സ്തോത്രം. ഒരപ്പന് കുറച്ച് പ്രായമായി രോഗിയായപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഭാര്യ പറഞ്ഞു ഒക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റിയല്ലോ നോക്കാനായിട്ട്, അല്ല എവിടെയും കൊണ്ടാക്കാന്ന് പറഞ്ഞു. അവസാനം അയാളങ്ങ് ആകെപ്പാട് സഹിട്ടിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയി ഒഴിവാക്കാം, ഞാൻ വണ്ടിയെ കയറ്റി കൊണ്ടുവന്ന് വിട്ടോളാമെന്ന്. അപ്പൊ അപ്പനോട് സംസാരിച്ചപ്പോൾ വളരെ ശാന്തനായി ഇരുന്ന കുറെ നേരം ഇവരെല്ലാം കേട്ടിട്ട് കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് പറഞ്ഞു, that's all right, I don't care, you can do whatever you want, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു,
കുഴപ്പമൊന്നുമില്ല, ചെയ്തു വിട്ടു, എവിടെയും വിട്ടു, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാവനത്തോടെ അപ്പൻ ഈ മകൻ അപ്പനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി കുറേ ദൂരം ചെന്നു. മൈലുകൾ വണ്ടി ഓടിച്ച് പോയി. ഒരു വലിയ ബ്രിഡ്ജുണ്ട് അവരുടെ ആ സ്ഥലം, ഒരു ബോർഡർ വന്ന് ഒരു വലിയ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ആ ബ്രിഡ്ജിന്റെ പകുതി എത്തി ബ്രിഡ്ജ് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ പുറകിലിരുന്ന ഈ അപ്പൻ ഏങ്ങിക്കരഞ്ഞു, പെട്ടെന്ന് ഗദ്ഗതം പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഈ മകൻ വണ്ടി അല്പം പുളോവ് ചോദിച്ചു, സൈഡാക്കിയിട്ട് ചോദിച്ചോ, അതെന്തിനാ അപ്പൊ അങ്ങനെ കരഞ്ഞു? ഞാൻ പറഞ്ഞിട്ടല്ലേ പറഞ്ഞു, അപ്പൊ സമ്മതിച്ചിട്ടല്ലേ, എന്റെ കാര്യം എനിക്ക് നിർവാഹമില്ലായിരുന്നു. അന്നേരം പറഞ്ഞു, അതൊന്നും അല്ലടാ കുഞ്ഞെ, അതൊന്നും നല്ല കാര്യം, നീ ചെയ്യുന്നത് നല്ല കാര്യം. കാരണം എൻ്റെ അപ്പനെ ഈ പാലത്തിന്റെ പകുതിയിൽ ഈ സ്ഥലത്താണ് ഞാൻ ഇറക്കി വിട്ടത്. സ്തോത്രം. ഇപ്പോൾ നീ എന്നെ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അതോർത്ത് കരയുന്നതാണ്. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്തേ മതി. അതാരായ അതുകൊണ്ട് നമ്മുടെ ആയുസ്സിന്റെ നാളുകൾ നമുക്കാരും ഒരു ബാധ്യതയാവണ്ട. ആമേൻ. ചാവാറായി ശേഷിപ്പെന്ന് തോന്നുന്നതിനെയും തമ്പുരാൻ ആവശ്യമുണ്ട്. ഒരല്പം ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി ഉള്ളതിനെ കൊണ്ട് ദൈവത്തിന് ചില ചെയ്യാൻ കഴിയുമെന്ന ആത്മീയമായി ഇവിടെ അത് ഭൗതിക കാര്യത്തിൽ നമ്മളങ്ങോട്ട് മനസ്സിലാക്കാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. ആമേൻ. കർത്താവിനൊരു ബാധ്യതയല്ല. കർത്താവ് എന്നാൽ അല്പജീവനല്ലേ ഉള്ളൂ, എന്നാൽ പൊക്കോട്ടെ, വിട്ടേക്കാം, ഇതിനെ വേണ്ട എന്ന് എന്റെ യേശു വയ്ക്കുന്നില്ല. ഞാൻ വിചാരിക്കുക കർത്താവ് അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളിൽ ആരെന്ത് രാത്രി ഇവിടെ ഇരിക്കുക. ആമേൻ. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും കർത്താവുമായുള്ള ബന്ധത്തിലും എത്ര പ്രാവശ്യം നമ്മൾ ചാവാറായി ശേഷിപ്പും കഴിഞ്ഞ ആഴോട്ട് എത്ര പ്രാവശ്യം വന്നു. കർത്താവ് തള്ളിക്കളയാനായിരുന്നെങ്കിൽ നമ്മിൽ ആരും ഇന്നിവിടെ കാണുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കർത്താവിന്റെ പ്രത്യേകത, സ്തോത്രം, ചാവാറായതിനെ കൊണ്ടും അവനൊരു ഉപയോഗമുണ്ട്. ആമേൻ. ശക്തി ധരിക്കാൻ തയ്യാറാണെങ്കിൽ, മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ, എടുക്കാൻ തയ്യാറാണെങ്കിൽ ഉപയോഗിക്കാൻ കർത്താവും ശക്തൻ. അതാണ് സർദീസ് സഭയോട് പറയുന്നത്. ആമേൻ. ചാവാറായി ശേഷിപ്പേ ശക്തീകരിക്കുക, ശക്തി ധരിക്കുക. സ്തോത്രം. ഈ സർദീസ് സഭ ഉപദ്രവത്താല് പീഡിപ്പിക്കപ്പെടാത്ത ഒരു സഭയാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴും ചരിത്രം പഠിക്കുമ്പോഴും എവിടെയെല്ലാം പീഡ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം സഭ ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. പീഡ ഉണ്ടായിട്ടുള്ളിടത്താണ് സഭകൾ വളർന്നിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ടിൽ പീഡ ശക്തമായി രംഗത്ത് വന്നു. സ്തേഫാനോസ് നിമിത്തമുണ്ടായ പീഡ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന് ശേഷം 8 മുതൽ നമ്മൾ വായിക്കും. ആ പീഡയാൽ ആളുകൾ ചിതറിപ്പോയി, ക്രിസ്ത്യാനികൾ ചിതറിപ്പോയി, അവിടെ ഇവിടെ ചിതറിപ്പോയി. പക്ഷേ ഈ ചിതറിപ്പോയവരെ കുറിച്ച് 8-ാം അധ്യായം 9-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ചിതറിപ്പോയവർ എന്ത് ചെയ്തു? വചനം പ്രസംഗിച്ചുകൊണ്ട് അവരവിടെ സഞ്ചരിച്ചു. അപ്പൊ പീഡ വന്നു. ആ പീഡ വന്ന് ചിതറിയപ്പോൾ ആ ചിതറിയവർ പല സ്ഥലങ്ങളിൽ ചെന്നു. അവിടെയെല്ലാം എന്തുണ്ടായി? സഭകൾ ഉടലെടുക്കാനിടയായി. അപ്പൊ പീഡ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ? നന്മയ്ക്കായി. അതാണ് ദൈവത്തിന്റെ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ പീഡ ഉള്ളിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അനുഗ്രഹമുണ്ട്. ഭാരതത്തിലെ സഭയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ശരിയായ പീഡ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ചു മുമ്പ് 5-6 പേരുണ്ടായിരുന്നു. ഇങ്ങനെ ബാബുത്തോസിനും ആ ഓഫീസ് മുറിയിലിരുന്ന് പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞതേ പല കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന ഭരണത്തിന്റെ കാര്യമൊക്കെ, ഞങ്ങളുടെ ചില രാഷ്ട്രീയമൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ സാക്ഷരതയുള്ള കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇന്ന പോലെ വന്നാൽ, ഇന്ന ആളുകൾ കയറിയാൽ ഇന്ന പോലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തില് അത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വരട്ടെ പീഡ, വരുന്നത് നല്ലതാ. കാരണം പീഡ വന്നാല് പതിരേതാ എന്നറിയുന്നു. ആമേൻ. പീഡ വന്നാല് നല്ല മണി ഏതാണ്, പതിരേതാണെന്ന് അറിയുകയുള്ളൂ.
ആമേൻ. എക്കാലവും അങ്ങനെയാ സഭാചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പീഡനത്തിന് മുൻപില് കൂസാതെ തെല്ലും വകവയ്ക്കാതെ ആമേൻ പീഡനം കണ്ടുകൊണ്ട് ഇന്ന വിധത്തിലാണ് പീഡിപ്പിക്കപ്പെടുന്നത്, മരിക്കാൻ പോകുന്നതെന്ന് കണ്ടുകൊണ്ട് ആ മരണവിധത്തെ നോക്കി ദൈവത്തെ സ്തുതിച്ച ഭക്തന്മാരുടെ നീണ്ട നിര സഭാചരിത്രത്തിലുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിംഹത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോഴും സ്തോത്ര ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവേ അങ്ങയ്ക്ക് നന്ദി, ഇങ്ങനെയൊരു മരണം എനിക്ക് തന്നതിനാൽ നന്ദി എന്ന് പറയുവാൻ ആമേൻ നാവ് ചലിപ്പിച്ചെങ്കിൽ അത് തമ്പുരാൻ കൊടുക്കുന്ന കൃപയൊന്നും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജെറോം എന്ന സഭാപിതാവിനെ വധിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സിംഹ ഗുഹയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ അതിനു മുൻപ് മരണവിധി വായിച്ചു കൊടുക്കുക. റോമ ഗവൺമെന്റിന് അങ്ങനെ ഒരു ചട്ടമുണ്ട്. അവര് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുറ്റവാളിയെ ഏത് വിധത്തിലാണോ കൊല്ലുന്നത്, ആ കൊല്ലുന്ന കാര്യം ചില ദിവസങ്ങൾക്ക് മുൻപ് അവരെ അടച്ചിട്ടിരിക്കുന്ന സെല്ലിനടുത്ത് വന്ന് അത് വായിച്ച് കേൾപ്പിക്കും, മനസ്സിലാക്കി കൊടുക്കും. പൗലോസ്ലീഹ വാളുകൊണ്ട് വെട്ടേറ്റ് മരിച്ചു എന്നാണ് ചരിത്രം മനസ്സിലാക്കി തരുന്നത്. കാരണം പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ അതങ്ങനെ ഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. പാനീയ യാഗം എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ചരിത്രം പൗലോസിനെ കുറിച്ചുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമിലെ നദിയുടെ തീരത്ത് കൊണ്ടുപോയി പൗലോസിനെ വാളുകൊണ്ട് വെട്ടിക്കൊണ്ടുവന്നാണ്. അപ്പൊ പൗലോസിനെ കൊല്ലുന്നതിന് മുൻപ് ഒരാഴ്ച മുൻപ് മുതൽ ചെയ്യുന്ന ഒരു കാര്യം, പൗലോസിനെ കൊല്ലുന്ന വാള്, അത് കൊല്ലുന്ന ആരാച്ചാർ അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യുന്നയാള് ഈ വാളുമായിട്ട് വരും. വന്നിട്ട് ഈ കുറ്റവാളി, നമ്മുടെ പൗലോസ് അദ്ദേഹമാണല്ലോ ഇപ്പൊ കുറ്റവാളി, അദ്ദേഹം കിടക്കുന്ന ആ സെല്ലിന് വെളിയിൽ കൊണ്ടുവന്ന് ഈ വാള് ഇങ്ങനെ രാഗി ഷാർപ്പൺ ചെയ്ത് മിനുസപ്പെടുത്തും. ആ ശബ്ദം ഈ കുറ്റവാളിയുടെ ചെവിയിലേക്ക് വരുമ്പോൾ ദൈവമില്ലാത്തവർ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ, ദൈവഭക്തരല്ലാത്തവരൊക്കെ ഈ ആരാച്ചാരെയും ഈ റോമ ഗവൺമെന്റിനെയും ഭരണകൂടത്തെ എല്ലാം ശാപവാക്കുകൾ പറയുകയും വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് ജീവിതത്തെ പഴിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ നല്ലപോർ പൊരുതി ഓട്ടം തികയ്ക്കുന്ന ഭക്തന്റെ സെല്ലിന് വെളിയിൽ കൊണ്ടുവന്ന് വാള് രാകുന്ന ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിന് മുൻപിലാ വിളിച്ച് പറഞ്ഞ് തിമോത്തിയോസിൽ എഴുതുന്ന, തിമോത്തിയോസേ ഞാൻ പാനീയ യാഗമായിട്ട് ഒഴിക്കപ്പെടാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെ വെട്ടിക്കൊല്ലാനുള്ള വാളിവിടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇതൊക്കെ പറയണമെങ്കിൽ സ്തോത്രം ഒരു യഥാർത്ഥ ഭക്തന് മാത്രമേ. ആമേൻ. പീഡനത്തിന്റെ മുൻപില് ഒട്ടും ചഞ്ചലപ്പെടാതെ, ഒട്ടും ഭയചകിതരാകാതെ പീഡനത്തിന് മുൻപിൽ തല കാണിച്ചു കൊടുപ്പാൻ ഭക്തർക്കിടയായത് അങ്ങനെയാണ്. ദൈവം പൗലോസിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ മുകളിൽ തിമോത്തിയോസിനെ എഴുതുമ്പോൾ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കണം. പറഞ്ഞേക്കുകയാണ്, ഞാൻ കർപ്പോസിന്റെ വീട്ടിൽ വെച്ചിട്ട് പോകുന്ന എന്റെ പുതപ്പ് കൊണ്ടുവരണം, എന്റെ ചർമ്മലിഖിതമൊക്കെ കൊണ്ടുവരണം, എത്രയും വേഗം എന്റെ അടുക്കൽ വരാൻ നീ ഉത്സാഹിക്കണം എന്നൊക്കെ എഴുതി തിമോത്തിയോസ് പോയി ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് റോമിലേക്ക് വരികയാണ്. റോമിലേക്ക് പോകാനായിട്ട് കപ്പൽ കയറാൻ വന്നപ്പോൾ തിമോത്തിയോസ് വരുന്നതിന് അല്പസമയം മുൻപ് കപ്പൽ വിട്ടുപോയി. തന്നിമിത്തം ഒരു ദിവസം വൈകിയാണ് തിമോത്തിയോസിന് കപ്പൽ കയറാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പൗലോസിനുള്ള പുതപ്പും ചർമ്മലിഖിതവും ഒക്കെ ആയിട്ട് വന്ന റോമിലെ ജയിലില് പൗലോസ് കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ചരിത്രം പറയുന്നത് അതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് പൗലോസിനെ റോമൻ നദിയുടെ തീരത്തേക്ക് കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി. പൗലോസിനെ കാണാതെ വന്നു. ഇപ്പോൾ കൊണ്ടുപോയതേ ഉള്ളൂ എന്ന് വാർത്ത കിട്ടി. ഈ ചർമ്മലിഖിതവും പുതപ്പുമെല്ലാം മാറോട് ചേർത്ത് വിട്ട് തിമോത്തിയോസ് വേഗത്തിൽ ഓടുകയാണ്. ചെറുപ്പക്കാരന് ഓടി റോമിലെ നദിയുടെ തീരത്ത് വരുമ്പോൾ തിമോത്തിയോസ് വരുന്നതിന് ചില മിനിറ്റുകൾക്ക് മുൻപ് അത് സംഭവിച്ചു കഴിഞ്ഞു. ആ കൊച്ചു മനുഷ്യന് കവട്ടക്കമ്പ് ഇങ്ങനെ നദീതീരത്ത് നാട്ടി വെച്ചിരിക്കുന്ന കമ്പില് കൈ രണ്ടും പുറകോട്ട് വെട്ടി ആ കമ്പിൽ കൊണ്ടുവന്ന് കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് ആ കഴുത്തിന് മുകളില് വാളുകൊണ്ട് വെട്ടുകയാണ്. അങ്ങനെ വെട്ടി ആ തല മണ്ണിൽ
വീണ് കിടന്ന്, രക്തം വറ്റിയിട്ടില്ല, മണ്ണിൽ വീണ് കിടക്കുന്ന തല കണ്ടുകൊണ്ടാണ് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തിമോത്തിയോസ് ഓടി വരുന്നത് എന്ന് ജോസീഫസ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, സ്തോത്രം. നല്ലപോർ പൊരുതു എന്ന് പറയണമെങ്കിൽ അതിനൊരു പ്രാഗൽഭ്യം. വാളിന്റെ മുൻപില് ആമേൻ ഒരു കൂസലുമില്ലാതെ ആ തല വെച്ചു കൊടുക്കാൻ ഭക്തനെ പ്രേരിപ്പിച്ചത് സ്തോത്രം കർത്താവുമായുള്ള ബന്ധം. അപ്പോൾ പീഡനങ്ങൾ ഒരിക്കലും തളർത്തുകയല്ല, മറിച്ച് പീഡനങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ആമേൻ. നമ്മുടെ ജീവിതവും അങ്ങനെ ആവണം. സ്തോത്ര. നമുക്കൊരു ചെറിയ രോഗമുണ്ടാകുമ്പോൾ, ശരീരത്തിലൊരു വേദന ഉണ്ടാകുമ്പോൾ, വീട്ടിലൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ജോലിയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ആമേൻ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ചഞ്ചലപ്പെടുന്നവരാ. നമ്മൾ അതിനെയൊക്കെ വലിയ കഷ്ടതയുടെ ലിസ്റ്റിൽ പെടുത്തുകയാണ്. ഇല്ല പ്രിയരെ, അതൊന്നുമല്ല. സഹിക്കാനുള്ളത് വരാൻ പോകുന്നതേ ഉള്ളൂ. ആമേൻ. ഒരു പീഡനത്തിന്റെ കാലം നമുക്കുണ്ടായാൽ, ഞാൻ ഇന്നാളൊരിക്കലും ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല ബൈബിൾ സ്റ്റഡി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ വാതുക്കൽ വന്നു നിന്ന് തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയുധം കാണിച്ച് യേശുവിനെ വേണോ, ജീവൻ വേണോ എന്ന് ചോദിച്ചാൽ എന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഇപ്പോഴേ ചിന്തിച്ചോണം. അതിനാണ് തീരുമാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നവരെയാ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അഭിനന്ദിക്കാനുള്ളത്. അങ്ങനെയുള്ളവരെ കുറിച്ച് വിശ്വസ്ത സാക്ഷികൾ എന്ന് കർത്താവിന് പറയാനുണ്ട്. ഇപ്പൊ പീഡനത്തിന്റെ യാതൊരു കൊടുങ്കാറ്റും അടിക്കാതിരുന്നത് നിമിത്തം സർദീസിലെ സഭ ന്യായമായിട്ടും എന്തിലേക്ക് പോയി? ചാവാറായ മൃതപ്രായമായ അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് അവരോട് പറയുകയാണ്, ചാവാറായ ശേഷിപ്പ് എന്ത് ചെയ്യുക? ശക്തീകരിക്കണം. പിന്നെ ഞാൻ നിന്റെ പ്രവൃത്തി ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന് verse 3, verse 2. I find that your actions do not meet the requirements of my God. Oh, I did not find it. What I did not find? Your actions are not right. It is not according to the requirements. I require much more from you, but you haven't come to that extent. ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒത്തിരി വളരെയധികമാണ്. ആ രംഗത്തേക്കെങ്ങും ആ അവസ്ഥയിലേക്കെങ്ങും നീ വന്നിട്ടില്ല എന്നാണ് സർദീസ് സഭയോട് പറയുന്നത്. അതുകൊണ്ട് നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല. ഇനി പൂർണ്ണതയുള്ളതാകുന്നത് എങ്ങനെയാ? Go back to what you heard. Yes. And believed at first. Hold to it firmly. Repent and turn to me again. ആദ്യം നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 2-3 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തെ കാര്യം, അവരോട് ആധികാരികമായിട്ട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം, സ്തോത്രം, ഓർക്കണം. ആമേൻ. ഓർക്കണം. ഇനി അതിന് മുൻപ് പറഞ്ഞത് എന്താ? മുൻപ് പറഞ്ഞതിനകത്തൊരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്തെന്നോർത്ത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം. സ്തോത്രം. പൂർണ്ണതയുള്ളതായി നിന്റെ പ്രവൃത്തി ഞാൻ കണ്ടില്ല, കാണാത്തത് കൊണ്ട് നീ പ്രാപിച്ചത് നീ ഓർക്കണം. സ്തോത്രം. പ്രാപിച്ചത് ഓർക്കാൻ നമ്മോട് എല്ലാവരോടും കർത്താവ് ആവശ്യപ്പെടും. ആമേൻ. വല്ലപ്പോഴും ഒരിക്കലല്ല ഓർക്കേണ്ടത്, ദൈനംദിന ആത്മീയ ജീവിതത്തിൽ അത് ഓർക്കാൻ നാം സമയമെടുക്കും. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു, എനിക്ക് എന്താ ഉണ്ടായിരുന്നത്, എന്തെല്ലാം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, ഇപ്പോൾ എനിക്ക് എന്തുണ്ട്, ഇത് ഞാൻ ഓർക്കണം. ആമേൻ. എവിടെ ഇരുന്ന് ഓർക്കണം? ദൈവ സന്നിധിയിൽ ഇരുന്ന് ഓർക്കണം. ഓർത്താൽ മാത്രം പോലെ പിന്നെ എന്ത് ചെയ്യണം? ഓർത്ത്
ആ Hold ഈ to it firmly. ഓർക്കുക എന്ന പദം പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസന്റ് ടെൻസ് വർത്തമാനകാല പ്രയോഗമാണ്. ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന് കൊടുത്തിരിക്കുന്ന ശരിയായ അർത്ഥം ഒരിക്കലും മറക്കാതെ എന്നും ഓർമ്മയിലിരിക്കണമെന്ന. ഒരിക്കലും മറക്കാതെ എന്നും ഓർമ്മയിലിരിക്കണം. ഏത് കാര്യമാണ് ഒരിക്കലും മറക്കാതെ എന്നും ഓർമ്മയിൽ കൊണ്ടു നടക്കുന്നത്? ഏത് കാര്യമാണെന്ന് ചോദിക്കാതെ ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. ഒരിക്കലും മറക്കാതെ എന്നും ഓർമ്മയിൽ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും? എനിക്കില്ല, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. പറ്റുന്നുള്ളൂ. ഒരിക്കലും മറക്കാതെ എന്നും ഓർക്കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം? എനിമീസിനെ കുറിച്ചാണ്. എനിമീസിന്റെ കാര്യം വരുമ്പോൾ എന്നും ഓർക്കാൻ നമ്മൾ വല്ലപ്പോഴും എന്നും ഓർക്കാൻ പറ്റുമോ? എനിമീസിന്റെ ഇതിന് ഒരിക്കലും മറക്കാതെ എന്നും ഓർക്കണം. ഈ കാര്യം മനുഷ്യനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അസംഭവിക്കാതെ. കല്യാണം കഴിച്ച ദിവസം എല്ലാവർക്കും ഓർക്കണം. ദിവസം പറയണ്ട, ആരോർക്കുന്നു? എല്ലാ ദിവസവും ഓർക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ വിവാഹം കഴിച്ചത്. ഇതിനേക്കാളെല്ലാം കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദിവസം. നമുക്ക് രക്ഷിക്കപ്പെട്ട ദിവസം ഏതാന്ന് ചോദിച്ചാൽ ഇവിടെ പലർക്കും അറിയാമല്ലോ. അതെനിക്ക് നല്ല ഉറപ്പാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പാണ്, അത് ഉറപ്പാണ്. പക്ഷെ ദിവസം പലർക്കും അറിയത്തില്ല. സ്നാനപ്പെട്ട ദിവസം ഓർമ്മയുണ്ടോ? അഭിഷേകം പ്രാപിച്ച ദിവസം ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് ഇതത് കുറ്റമായിട്ട് പറയുകയല്ല, എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് ഓർക്കാനായിട്ട് പറ്റുന്ന ഒരു നമ്മൾ എത്ര സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മെ വിട്ടു പോകുന്നൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെങ്കിൽ അതാണെങ്കിലും എല്ലാ ദിവസവും ഓർക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുകയാ, സർവീസ് സഭയോട് പറയുക, നീ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും മറക്കാതെ എല്ലാ ദിവസവും ഓർക്കണം. അതെന്താ? നീയും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അതിനെ മറക്കാൻ ഒക്കെയല്ല, ബാക്കി എല്ലാം മറന്നാലും അതിനെ മറക്കാൻ പറ്റില്ല. ആമേൻ. യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗാഡ്. സങ്കീർത്തനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അതൊരു യഹൂദനോടുള്ള ബന്ധത്തില, ഇസ്രായേലിനോടുള്ള ബന്ധത്തില. അത് പറയുക, സങ്കീർത്തനക്കാരൻ പറയും, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ അത് തന്നെ ആരാ പറഞ്ഞത്? എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ. അപ്പൊ സങ്കീർത്തനക്കാരൻ ഈ യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേലിനും യെരൂശലേമുമായിട്ടുള്ള ബന്ധം അതാ. അതുകൊണ്ടാണ് പറയുന്നത് യെരൂശലേമിനെ അവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. മറന്നാൽ അതിന്റെ അർത്ഥം വലങ്കൈ മറന്നാലുള്ള കാര്യങ്ങൾ. നിങ്ങൾ നമുക്ക് ഒരു ദിവസം മുഴുവനും വലങ്കൈ മറന്ന് നടക്കാൻ. നിങ്ങൾ വലങ്കൈ, ഞാൻ ഇടം കൈയല്ല, എനിക്ക് ഇടത്തെ കൈയാണ്. ഞാൻ കൈയടിക്കുന്നവർ കണ്ടിട്ടില്ല, എനിക്ക് ഇടത്തെ കൈ. ഞാൻ ആകെ കൂടെ എഴുതാനും കഴിക്കാനും മാത്രമേ വലത്തെ കൈ കൂടുതലായിട്ട് ഉപയോഗിക്കുള്ളൂ. ബാക്കി എല്ലാത്തിനും ഇടത്തെ കൈ. തല്ലാൻ പിന്നെ എങ്ങും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തല്ലില്ല, അതുകൊണ്ട് അതില്ല. ബാക്കി എല്ലാ എണ്ണ എഴുതാനും ഇടത്തെ കയ്യെ ഇങ്ങോട്ട് കയറി വരുവുള്ളൂ. ഇടങ്കയ്യന്മാര് വേദോത്സവത്തിലുള്ളവരാണ് കേട്ടോ, ചെറിയ പാർട്ടികളൊന്നുമല്ല. എഫ്രൈമിലെ വില്ലാളികളായ ഇടങ്കയ്യന്മാർ. അവിടെ എഴുതിയേക്കുന്നത് രോമത്തിന് തെറ്റാതെ ഉന്നം പിടിച്ചെറിയുന്നവരെന്ന ഇടങ്കയ്യന്മാരുടെ കാര്യം. അപ്പൊ കൈ വലത്ത് കൈയോ ഇടത്ത് കൈയോ ആയിക്കൊള്ളട്ടെ, ഇതിനെ മറന്നേച്ച് നമുക്കൊരു ദിവസം, നിങ്ങൾ പറയാം, ഒരു ദിവസം നേരം എടുത്ത് പറയാം, ഇന്നത്തെ ദിവസം ഞാൻ ഇടത്തെ കൈയോ വലത്തെ കൈയോ കൈ രണ്ടിനെയും മറക്കാൻ പോവാം. മറന്നേച്ച് എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റും? ചുമ്മാ ഇരിക്കാന്ന് വെച്ചാലും നടക്കുകയല്ല. ഇടയ്ക്ക് മൂക്കൊന്ന് ചൊറിയും, ഇടയ്ക്ക് ചെവി ഒന്ന് കടിക്കും, ഇടയ്ക്ക് അവിടെ ഇവിടെ ഒന്ന് മാന്നിട്ട് വരും, വല്ല ഒന്ന് തൂക്കേണ്ടി വരും. അന്നേരം ഇതിനെ മറന്നേച്ച് വല്ലതും ചെയ്യാൻ നോക്കിയല്ല. ഇപ്പൊ കയ്യെ മറന്നിട്ടൊരു കാര്യം നടക്കും എന്ന് പറഞ്ഞതുപോലെ യഹൂദൻ പറയാ, യെരൂശലേമേ നിന്നെ ഞാൻ മറന്നാൽ എന്റെ വലങ്കൈ എന്ത് ചെയ്യട്ടെ? അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ഇംപോസിബിൾ. കയ്യെ മറക്കുന്നത് അസാധ്യം എന്നതുപോലെ
യെരൂശലേമിനെ മറക്കുന്ന ഒരു യഹൂദന് അസാധ്യമാണ്. അതേ ആശയമായി ഇവിടെ പറയുന്നു. എല്ലാ ദിവസവും ഓർക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, അതിനെ നാം എല്ലാ ദിവസവും ഒരിക്കലും മറക്കാതെ എന്നും ഓർക്കണം എന്ന ആശയത്തിലാണ് ആ വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്. സന്ധ്യസഭയോട് പറയുകയാണ്. ഉന്മേഷത്തോടെ ഉണർവോടുകൂടെയാണ് ഇവർ സുവിശേഷം ആദ്യം കേൾക്കുകയും അത് പ്രാപിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ, പല വിഷയങ്ങൾ കയറി വന്നപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിന് ശോഷണം സംഭവിച്ചു. ഡിറ്റീരിയോറേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ ആ വാക്ക്. ഡിറ്റീരിയോറേഷൻ, മൂല്യശോഷണം എന്നാ പറയും. അവർക്ക് ആത്മീയത്തിൽ ശോഷണമുണ്ടായി. ഇത് ഇവർക്ക് മാത്രമല്ല, പല സഭകൾക്കുണ്ട്. എഫെസോസ് സഭയ്ക്കുണ്ടായി. അതുകൊണ്ട് അവരോട് പറയുന്നത്, നിന്റെ ഏത് നഷ്ടപ്പെട്ടിരിക്കുന്നു? ആദ്യ സ്നേഹം. ആദ്യ സ്നേഹം. ക്ലാസും പരിപാടിയൊക്കെ ഞാൻ നിർത്തും, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ. ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങളൊന്നും ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, നിന്റെ ആദ്യ സ്നേഹം എന്ത് ചെയ്തിരിക്കുന്നു? യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. നഷ്ടപ്പെട്ടു. എന്നിട്ട് പറയാ, ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്ത് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇവിടെ അവരോട് അത് തന്നെ പറയാം. ഓർക്കെ നിന്റെ ആദ്യത്തെ സ്നേഹം, നിന്റെ ആദ്യത്തെ ഉന്മേഷം, ആദ്യത്തെ താല്പര്യം, അതെല്ലാം ഓർക്കെ. ദൈവത്തോടുള്ള നിന്റെ ബന്ധം, തീരുമാനങ്ങള്, ഇതെല്ലാം ഓർക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ. അപ്പൊ ഓർക്കാൻ അവരോട് ഒന്നാമത് പറയുന്നു. രണ്ടാമത് ഓർക്കണം. പിന്നെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം, കാക്കണം. ആമേൻ. പ്രാപിച്ചതിനെ നമ്മൾ കാക്കണം, സൂക്ഷിക്കണം. കീപ്പ് എന്നാ പറയുന്നത്. കീപ് ദാറ്റ് which is committed unto you. തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ 1 തിമോത്തി chapter 6 verse 20 ആണ് എൻ്റെ ഓർമ്മ. 1 തിമോത്തിയോസ് 6:20 പറഞ്ഞത്. അവിടെ പറയുന്നത്, നിന്റെ പക്കൽ, അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട്, ഓ തിമോത്തി, കീപ് ദാറ്റ് which is committed unto your trust. നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. അപ്പൊ നമ്മെ ഗാഡ് ഇറ്റ് സൂക്ഷിക്ക, കാത്തു സൂക്ഷിക്ക എന്നാ പറയുന്നത്. ഇവരോട് പറയുക, നീ ഓർക്കണം. ഓർക്കുക മാത്രമല്ല, പ്രാപിച്ചതിനെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. നഷ്ടപ്പെടുത്തരുത്. ഒരു നിമിഷം മറ്റാരോടും കണക്ക് പറയാതെ സ്വന്തമായി നമുക്ക് ശോധന ചെയ്യാൻ സമയമെടുക്കാം. കർത്താവ് തന്നതും ഏൽപ്പിച്ചതും കർത്താവിൽ നിന്ന് കാലാകാലങ്ങളിൽ പ്രാപിച്ചതും ഒക്കെ ഇന്ന് കയ്യിലുണ്ടോ? കസ്റ്റഡിയിലുണ്ടോ? അതോ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ? സ്തോത്രം. ആരോടുമല്ല കണക്ക് പറയേണ്ടത്. മനസാക്ഷി സംബന്ധിച്ച് കർത്താവിനോടാണ് നാം അർത്ഥം പറയുന്നത്. ഗാഡ് ഇറ്റ്, സൂക്ഷിക്ക്. ആമേൻ. കാത്തുകൊള്ളണം. മൂന്നാമത്തെ കാര്യം, മാനസാന്തരപ്പെടണം. ആമേൻ. റിപ്പന്റ് ആൻഡ് കം ബാക്ക്. മാനസാന്തരപ്പെടുക എന്നത് തീരുമാനത്തെയാണ് കാണിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് കാണിക്കുന്നത്. ഒരു വിഷയത്തിൽ തെറ്റായിപ്പോയി എന്ന് തോന്നുമ്പോൾ അനുതാപമുണ്ടായി ഏറ്റുപറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഡിസിഷനെയാണ് എന്ത് പറയുന്നത്? മാനസാന്തരം എന്ന വാക്കുകൾ. മനസ്സിനുണ്ടാകുന്ന അന്തരം, മനസ്സിനുണ്ടാകുന്ന മാറ്റം, അതാണ് മാനസാന്തരം. അതുകൊണ്ട് അത് നമുക്ക് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഓർക്കണം, കാത്തുകൊള്ളണം, മാനസാന്തരപ്പെടണം. നാലാമത്തെ കാര്യം, ഉണരണം. റിവൈവൽ എന്നോ അവൈക്കണമെന്നോ ഒക്കെ ഉള്ള ആശയങ്ങൾ അവിടെ വരുന്നുണ്ട്. വാച്ച്ഫുൾ എന്ന ആശയം അവിടെ മറ്റൊരു ട്രാൻസ്ലേഷനിലുണ്ട്. വാച്ച് എന്ന് പറയുന്നത്. ആമേൻ. ഈ മലയാളത്തിൽ പറയുമ്പോൾ നിർമ്മതരായിരിക്കുക എന്ന് പറയും, ഉണർന്നിരിക്കുക എന്നൊക്കെ പറയും. വിജിലന്റ് ആയിരിക്കുക, അതീവ ശ്രദ്ധയുള്ളവരായിരിക്കുക എന്ന ആശയം. ഉണർന്നിരിക്കുക. ഉണരുക എന്ന് പറയുമ്പോൾ സാധാരണ മലയാള ഭാഷയിൽ ഉണരുക എന്ന് പറഞ്ഞാൽ ആരോടാ ഉണരുക പറയുന്നത്? ഉറങ്ങുന്നവര് ഉണർന്ന് എവിടെ നിന്ന് എഴുന്നേൽക്ക്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അങ്ങനെ സംഭവിച്ചാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയുടെ കൂടെ ഉറങ്ങുന്നു എന്നല്ല അതിന്റെ ആശയം. ഡെഡ് ബോഡിയുടെ കൂടെ മൃതപ്രായരായവരുടെ, മരിച്ചവരെ പോലെ ആയ ആളുകളുടെ കൂടെ. നമ്മളിവിടെ വായിച്ചതുപോലെ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ ആരാണ്? ദൈവം ആഗ്രഹിക്കുന്ന ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയാ. അതുകൊണ്ടാണ് ഉണരാൻ പറയുന്നത്. ഉണര്, ഉണര്. ഉണരുക എന്ന വാക്ക് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. അതിനെക്കുറിച്ച് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. അത് ഇപ്പോൾ പഠിക്കാൻ സമയമില്ല. മറ്റൊരു ഭാഗത്ത് നമുക്ക് ഒരു സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് വലിയ ഗൗരവമുള്ളൊരു വാക്കാണ് ഉണരുക. ഉണരുക. പ്രവചനത്തിൽ പറയുന്നുണ്ട്, സിയോനേ ഉണരുക, ഉണരുക, നിന്റെ വേലം ധരിച്ചുകൊള്ളുക. 1 Corinthians 16-13 പറയുന്നു, ഉണർന്നുകൊള്ളുക, ഉണരുക, ഉണരുക. ഒരിടത്തല്ല പലയിടത്ത് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഉണരുക. ഇവിടെ സഭയോടും പറയുക, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉണരണം, ഉണരണം. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ സഭയിൽ നമ്മുടെ സമയം തീരുക, പെട്ടെന്ന് പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ. ഇവര് ഉണരാതിരുന്നാൽ എന്ത് സംഭവിക്കും? കർത്താവ് കള്ളനെ പോലെ വരും. ഏത് നാഴിക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുമില്ലല്ലോ. കള്ളനെ പോലെ, കള്ളനായിട്ട് വരുമെന്നല്ല പറയുന്നത്. കർത്താവ് കള്ളനായിട്ടല്ല വരുന്നത്, കള്ളനെ പോലെയാണ്. കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളൻ വരുന്നത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടല്ല, ഇൻഫർമേഷൻ തന്നിട്ടല്ല. രാത്രി വീട്ടിലുള്ളതൊക്കെ എടുത്ത് ഒന്ന് പൊതിഞ്ഞ് കെട്ടി അവിടെ നിന്ന് വെച്ചേക്കണേ. ഞാൻ ചൊവ്വാഴ്ച രാത്രി ഒരു 12:15 നിങ്ങളുടെ വീട്ടിൽ വരും, സൗകര്യമാണല്ലോ എടുത്തോണ്ട് പോകാനായിട്ടൊന്ന് വെച്ചേക്കണേ എന്ന് ഏതെങ്കിലും കള്ളം പറഞ്ഞിട്ട്, ഏതെങ്കിലും കള്ളം നോട്ടീസ് അടിച്ച് വീട്ടിൽ കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇന്ന ദിവസം ഇത്ര സമയത്ത് ഞാൻ കയറുന്നതാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് കൊടുക്കും. കള്ളൻ വരുന്നത് അൺഎക്സ്പെക്ടഡ് ടൈമിലാണ്. യേശുവിനെ കുറിച്ചൊക്കെ ഉപമകളായിട്ട് സുവിശേഷങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ, കള്ളൻ വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വിതൗട്ട് ഇൻഫർമേഷൻ. ഏത് നാഴിക വരുന്നത് നമുക്കറിയില്ല. അറിയാതെ നമ്മൾ കള്ളം വരുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നൊരു ഇൻഫർമേഷൻ വിശ്വസിക്കത്തക്കതായിട്ട് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതാ കർത്താവ് പറയുന്നത്, വീട്ടുടയവൻ രാത്രി മുഴുവൻ എന്ത് ചെയ്യും? ഉണർന്നിരിക്കും. അതാ ഇവിടെ ആവശ്യപ്പെടുന്നത്. Be awakened. ഉണരുക. ഉണരാൻ ആവശ്യപ്പെടുക. ഇനി ഒരു കാര്യം പ്രധാനമായിട്ട് ഇവിടെ പറയുന്നു. എന്താ പറയുന്നത്? ഒരു അപ്രീഷ്യബിൾ ആയിട്ട് ഒരു കാര്യം പറയുന്നത് എന്താ? ഉടുപ്പ് മലിനമാകാതെ കുറെ പേർ സർവീസിൽ നിനക്ക് ഉണ്ട്. ഉടുപ്പ് മലിനമാകാതെ. വലിയ വിശദീകരണത്തിന് സമയമെടുക്കുന്നില്ല. ഉടുപ്പ് മലിനമാകാതെ എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആശയം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉടുപ്പെന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ധരിക്കുന്ന ഉടുപ്പല്ല. സ്തോത്രം. ധരിക്കുന്ന ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പോലെ ചിലരൊക്കെ കല്യാണത്തിലൊക്കെ പോയിച്ച് വരുമ്പോ കണ്ടാല് സാമ്പാർ തലത്തിൽ വീണേച്ച് വരുന്നത്. കല്യാണത്തിലൊക്കെ പോയിട്ട് ഇറച്ചിയുടെ ചാറും അതിലും പറ്റിച്ച് ഇതിലും പറ്റിച്ച് കോർണയിലും ഷർട്ടയിലും അവിടെ ഇവിടെയും പുള്ളിയും പാണ്ടും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അത് പറയുന്ന പോലെ ആക്രാന്തം പിടിച്ച് തിന്നുന്നത് കൊണ്ട് അവിടെ ഇവിടെ തെറിക്കുന്നത്. മലിനമാകാതെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വരുന്ന വഴിക്കെല്ലാം കാണുന്ന ആളുകളെല്ലാം പറയാം, എന്നാലും നല്ലൊരു കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ വാക്കും ഭാഷണം കൂടാതെ വെളിവാകുക, നന്നായിട്ട് ഭക്ഷിച്ചിരുന്നു. അവിടെ ഇവിടെ എല്ലാം തെറിച്ചു. ഉടുപ്പ് മലിനമായാൽ അതിന് പ്രശ്നം. ആളുകളുടെ മുമ്പിൽ നടക്കുന്നത് വിഷമ, ബുദ്ധിമുട്ടാ. ഇവിടെ പറയുന്നത് നിന്റെ ഉടുപ്പ് മലിനമാണ്. ഇവിടെ ഉടുപ്പ് എന്ന് പറയുന്നത് നിന്റെ ജീവിത വസ്ത്രമാണ്. ജീവിതമാകുന്ന വസ്ത്രത്തിന് കളങ്കം വരരുത്. ജീവിതമാകുന്ന വസ്ത്രത്തിന് മാലിന്യം വരരുത്. ആമേൻ. Praise the Lord. Praise the Lord. പാപത്തിന്റെ യാതൊരു ആസക്തികളും യാതൊരു സ്വഭാവങ്ങളും ആത്മീയത മേൽ വരരുത്. വന്നാൽ അത് ജീവിത വസ്ത്രത്തെ കളങ്കപ്പെടുത്തുന്നതാണ്. ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ചുപേർ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, കുറച്ചുപേർ സർവീസില് ഉണ്ട് എന്ന് പറഞ്ഞാൽ, യാക്കോബ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ വാക്യം സൗകര്യം പോലെ വായിച്ചാൽ മതി. യാക്കോബ്, ജെയിംസ് ചാപ്റ്റർ 1:27, യാക്കോബ് 1:27.
Jude 23, യൂദയുടെ ലേഖനം 23-ാമത്തെ വാക്യം, എക്ലീസിയാസ്റ്റസ് 9:8, സഭാപ്രസംഗി 9:8. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ അതിനെ സംബന്ധിച്ച് യാക്കോബ് പറയുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്നതാണ് ഉടുപ്പ് മലിനമാകാതെ. ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുക. യാക്കോബ് 1:27. സ്തോത്രം. യൂദ 23-ാമത്തെ വാക്യത്തില് യൂദ പറയുന്നു, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്, ജഡത്താൽ കറ പിടിച്ച അങ്കിയെ പകയ്ക്കണം. അതാ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നത്. സ്തോത്ര. സഭാപ്രസംഗി എക്ലീസിയാസ്റ്റസ് 9:8, സഭാപ്രസംഗി 9:8 വാക്യത്തില് സഭാപ്രസംഗി പറയുന്നു, നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. സ്തോത്ര. ജീവിത വസ്ത്രമാണ്. അതിനെ കളങ്കപ്പെടാൻ അനുവദിക്കരുത്, മലിനമാകാൻ അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിന് മേലെ പാപത്തിന്റെയോ ലോകമയത്വത്തിന്റെയോ യാതൊരു ആസക്തികളും വന്ന് നമ്മുടെ ജീവിതം നഷ്ടമാവരുത്. സ്തോത്ര. യോസേഫ് സ്തോത്ര ജീവിത വസ്ത്രത്തിന് കളങ്കം പറ്റാതെ സൂക്ഷിച്ച ഒരാളാണ്. ജീവിത വസ്ത്രത്തിന് കളങ്കം പറ്റാതിരിക്കാനാണ് ധരിച്ച അങ്കി ഊരിയിട്ട് ചോടേണ്ടി വന്നത്. സ്തോത്ര. അതിട്ട് ചോടിയത് കൊണ്ട് ജീവിത വസ്ത്രത്തിന് എന്ത് പറ്റിയില്ല? കളങ്കം പറ്റിയില്ല. സ്തോത്ര. അത് ജീവിതത്തെ സൂക്ഷിച്ചവനാണ് യോസേഫ്. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രം, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവർക്ക് എന്താ അവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? അവർ വെള്ളയുടുപ്പ് ജയിക്കുന്നവൻ. അവർ യോഗ്യന്മാരാകിയാൽ, ആരാ യോഗ്യന്മാര്? ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവർ യോഗ്യന്മാർ. ആമേൻ. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ആരോടുകൂടെ? കർത്താവിനോട് കൂടെ. ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ, റിസൺ സേവ്യറിനോട് കൂടെ വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. പിന്നെ ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അപ്പൊ വെള്ള ധരിക്കും, വെള്ള ഉടുപ്പ് ധരിച്ച് കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ ജയിക്കുന്നവർക്കും വെള്ള ഉടുപ്പാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. വെള്ള ഉടുപ്പ് എന്നാല് യോഗ്യതയാണ് കാണിക്കുന്നത്. യോഗ്യത, ഷോസ് യുവർ ക്വാളിറ്റി, ഷോസ് യുവർ ക്വാളിറ്റി. വെള്ളയുടുപ്പ് യോഗ്യതയെ കാണിക്കുക. സ്തോത്രം. അപ്പൊ കർത്താവിനോട് കൂടെ നടക്കാൻ യു ആർ ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. ആമേൻ. വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ യു ആർ കൗണ്ടഡ് ക്വാളിഫൈഡ് ടു വാക്ക് വിത്ത് ദ റിസൺ സേവിയർ. ഉയർത്തേണ്ട കർത്താവിന്റെ കൂടെ നടപ്പാൻ നമ്മളെ ക്വാളിഫൈഡ് ആയിട്ട് കാണുകയാണ്. ആമേൻ. ആമേൻ. വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. വിശ്വസ്തരും വിജയികളുമായ വിശ്വാസികൾക്ക് അതാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഉടുപ്പ് സൂക്ഷിച്ച് 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് പെട്ടെന്ന് വാക്യം വായിച്ച് വെളിപ്പാട് 16, 15, 16, 15. വേഗം പെട്ടെന്ന് നിർത്തുക. നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളണം. സൂക്ഷിക്കുക മാത്രം പോലെ എന്ത് ചെയ്യണം? ജാഗരിക്കുകയും വേണം. സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളണം. വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുപോലെ കർത്താവിന് നമ്മൾ ഈ വെള്ളയുടെ കാര്യം പറയുമ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുക. വെള്ളയുടെ കാര്യം പറയുമ്പോൾ ഈ ലോകത്ത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വെണ്മ ഒരിക്കല് ചിലര് കണ്ടു. എവിടെ കണ്ടു? ആര് കണ്ടു? വെരി ഗുഡ്. മറുരൂപമലയിലുണ്ട്. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. മറുരൂപമലയിൽ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു, ഭൂമിയിലെ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശുവിന്റെ വസ്ത്രം വെണ്മയായി. അപ്പൊ വെള്ളയുടെ ഒരു പെർഫെക്ഷൻ, ഒരു പൂർണ്ണത നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതായിരിക്കണം വെള്ളം. ആമേൻ. ആ വെണ്മയാണ് ജയിക്കുന്നവന് തരാൻ പോകുന്നത്. ആ വെണ്മയാ എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവർക്ക് അവിധത്തിൽ ഒരു വെണ്മ ധരിപ്പാൻ കർത്താവ് അധികാരം തരുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ പല കാര്യങ്ങളും പറയുമ്പോൾ
വെണ്മയോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതൊന്നും പറയാനായിട്ട് സമയമില്ല. നമ്മളിവിടെ അവസാനിപ്പിക്കുക, നമ്മുടെ സമയമൊക്കെ തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് നമ്മൾ നിർത്തുക. ഇവരുടെ പേര് ഇങ്ങനെ ജയിക്കുന്നവരുടെ പേര് എന്ത് ചെയ്യും? ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. ഈ പുസ്തകത്തിന് ജീവപുസ്തകം എന്ന് പേര് പറയാൻ കാര്യമാണ്. പെട്ടെന്നൊന്ന് ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലായേ. ജീവപുസ്തകം എന്ന പുസ്തകത്തിന് പേര് പറയാൻ കാര്യം, ജീവനുള്ളവരുടെ പേര് എഴുതുന്നതുകൊണ്ട് ജീവപുസ്തകം എന്ന് പേര് പറയുക. മരിക്കുന്നവരുടെ പേര് എഴുതാനായിട്ട് പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ എന്തുണ്ട്? മരണ രജിസ്റ്റർ ഉണ്ട്. ജനിക്കുന്ന പിള്ളേരുടെ പേര് എഴുതാൻ അവിടെ എന്തുണ്ട്? ജനന രജിസ്റ്റർ. അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുന്നത് അറിയത്തില്ല. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് ബർത്ത് രജിസ്റ്റർ ഉണ്ട്, ഡെത്ത് രജിസ്റ്റർ ഉണ്ട്. ഇനി വിവാഹം കഴിക്കുമ്പോൾ എന്തുണ്ട്? മാരേജ് രജിസ്റ്റർ ഉണ്ട്, വിവാഹ രജിസ്റ്റർ ഉണ്ട് എന്നതും ഇതിനെയൊക്കെ പേര് വെച്ചാ വിളിക്കുന്നത്. അതുപോലെ ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം. ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. ജീവപുസ്തകത്തെ കുറിച്ച് പറയണമെങ്കിൽ എനിക്കൊരു 15 മിനിറ്റ് വേണം. അതുകൊണ്ട് അത് ഞാൻ പിന്നെ ഒരു സമയത്ത് പറഞ്ഞോളാം. നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നെ എവിടെ തിമോത്തിയോസിന്റെ ലേഖനത്തില്, അല്ല ഫിലിപ്പ് ലേഖനത്തില് 4-ാം അധ്യായത്തില് പൗലോസ് പറയുമ്പോൾ പറയുക, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ ആളുകൾ, 2 പേരുടെ പേര് 4-ാം അധ്യായത്തിലാണ്. ഫിലിപ്പിയർ 4:2 മറ്റാണ്. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് അപ്പൊ ജീവപുസ്തകത്തില്, ജീവപുസ്തകത്തെ കൊണ്ട് പിന്നീട് നമുക്ക് ഒത്തിരി വേറെ പഴയ നിയമത്തിൽ നിന്ന്, പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ പല വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിലുണ്ട്. അത് പറയാൻ നേരമില്ല. അപ്പൊ ജീവപുസ്തകത്തില് കർത്താവ് പേരെഴുതും. ആരുടെ പേരെഴുതും? ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിച്ച് ജയിക്കുന്നവരുടെ ഫൈനലി പിന്നെ എന്താ ചെയ്യുന്നത്? പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും പേരെന്ത് ചെയ്യും? ഏറ്റു പറയും. ആമേൻ. പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും ആ പേര് ഏറ്റു പറയും. സ്തോത്രം. ആമേൻ. അതും ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ when you reach heaven, every day you are reminded, and your name is reminded there in heaven. ദൈവസന്നിധിയിൽ ദൂതന്മാരുടെ മുമ്പിൽ ജയിച്ച് ജയാളിയായവനെ കുറിച്ച് എന്റെ കർത്താവിന് എല്ലാ ദിവസവും പറയാറുണ്ടെന്ന്. ആമേൻ. എല്ലാ ദിവസവും ഒരിക്കൽ പറഞ്ഞു വിടുകയല്ല, ജയിക്കുന്നവനെ കുറിച്ച് എന്റെ കർത്താവിന് എന്നും പറയാറുണ്ട് സാക്ഷി. പിതാവിന്റെ മുൻപിൽ അത് പറയും, ദൂതന്മാരുടെ മുൻപിൽ അത് പറയും. കാരണം ജയിച്ചവനെ കുറിച്ച് യേശുവിനെന്നും അഭിമാനമുണ്ട്. ഉണരാം. ചാവാറായ ശേഷിപ്പുകളായി നാം മാറാതെ നമുക്ക് ഉണരുന്നവരായി തീരാം, മടങ്ങി വരാം. ആമേൻ. ഓർക്കാം, മാനസാന്തരപ്പെടാം. സ്തോത്രം. കാത്തു സൂക്ഷിക്കാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ആമേൻ. നമ്മുടെ ജീവിത വസ്ത്രമാകുന്ന ഈ ജീവിത വസ്ത്രത്തെ വെണ്മയായി മലിനമാകാതെ സൂക്ഷിക്കാം. അങ്ങനെയെങ്കിൽ സ്വർഗീയ വെണ്മ ധരിപ്പാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. കർത്താവിനോട് കൂടെ നടക്കാനുള്ള ഭാഗ്യം ലഭിക്കും. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുന്നിലും അതിനെ ഏറ്റുപറവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ സദ്യസഭയെ കുറിച്ചുള്ള പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യുവാൻ കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം.